കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം ഇന്ന് പ്രഭാതത്തിലും മഹത്വപ്പെടുമാറാകട്ടെ. എല്ലാ സഹോദരങ്ങൾക്കും വേഗം വരുന്ന യേശുക്രിസ്തുവിൻ്റെ അനുഗ്രഹിക്കപ്പെട്ട നാമത്തിൽ ക്രിസ്തീയ വന്ദനത്തെ അറിയിക്കുന്നു. ഒരു ദിവസം കൂടെ ദൈവത്തിൻ്റെ മുൻപാകെ കടന്നു വരാൻ അബ്ബാ പിതാവ് എന്ന് വിളിക്കുന്ന പുത്രത്വത്തിൻ്റെ അവകാശം അവിടുന്ന് നമുക്ക് ദാനമായി നൽകിയതിനാൽ ദൈവത്തിന് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യാം. അബ്ബാ പിതാവേ എന്ന് എപ്പോഴും വിളിക്കാൻ സ്വർഗസ്ഥനായ പിതാവ് എൻ്റെ പിതാവാണ് വ്യക്തിപരമായി വിളിക്കാൻ നമുക്കിടയാവണം. ഭക്തനായ ദാവീദ് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന, ദൈവമേ അങ്ങ് എൻ്റെ ദൈവമാണ്. അബ്രഹാമിൻ്റെ ദൈവം, ഇസഹാക്കിൻ്റെ ദൈവം, യാക്കോബിൻ്റെ ദൈവം എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നു, ആ ദൈവം എൻ്റെ ദൈവമാണ്. ജീവപര്യന്തം വഴി നടത്തുവാൻ ശക്തനായിരിക്കാൻ അവിടുത്തെ ബലമുള്ള കരങ്ങളിൽ നമുക്ക് താഴ്ത്തി ഏൽപ്പിക്കാം. ഒരു ദിവസമല്ല, ജീവപര്യന്തം, ലോകത്തിൻ്റെ അവസാനത്തോളം എല്ലാ നാളും ഞാൻ നിങ്ങളോട് കൂടെ ഇരിക്കാമെന്ന് പറഞ്ഞ വാഴ്ത്തപ്പെട്ട കർത്താവിൻ്റെ സാന്നിധ്യവും സമീപ്യവും എല്ലാ കാലത്തും നമ്മളോട് കൂടെയുണ്ട് എന്ന് ഇന്നു പകൽ ഒന്ന് തിരിച്ചറിയണം. സങ്കടങ്ങൾ പൊങ്ങി വരുമ്പോൾ, വേദനകൾ, സംഘർഷങ്ങൾ ഒക്കെ അകത്ത് വ്യാപരിക്കുമ്പോഴും ധൈര്യത്തോടെ പറയാൻ കഴിയണം, ഈ ദൈവം എന്നും എന്നേക്കും എൻ്റെ ദൈവമാണ്. പൗലോസ് എപ്പോഴും പറയുന്ന വാക്യം, ഞാൻ ആരെയാ വിശ്വസിച്ചിരിക്കുന്നത് എന്ന് എനിക്കറിയാം, ആ ദിവസം വരെ കാക്കുവാൻ ശക്തനെന്ന് ഞാൻ ഉറച്ചിരിക്കും. ഇന്ന് പകലും ആ ഒരു ഉറപ്പ് നമ്മുടെ അകത്ത് വെളിപ്പെട്ടു വരണം. ഹല്ലേലൂയ. നാളുകളായി പ്രാർത്ഥിക്കുന്ന വിഷയത്തിൻ്റെ മേൽ ഒരു ഉറപ്പുണ്ടാവണം. ഞാൻ ആരെയാ വിശ്വസിച്ചിരിക്കുന്നത്, ആരാണ് എന്നെ കാക്കുന്നത്, ആരാണ് എന്നെ നടത്തുന്നത്, ആരുടെ പിന്നാലെയാണ് ഞാൻ യാത്ര ചെയ്യുന്നത് എന്നുള്ള ഉറപ്പ് അകത്തുണ്ടെങ്കിൽ ധൈര്യത്തോടെ പറയാൻ കഴിയണം, ഈ ദൈവം അവസാനം വരെ എന്നെ കാക്കുവാൻ ശക്തനെന്ന് ഞാൻ പൂർണ്ണമായി ഉറച്ചിരിക്കുന്നു. അതുകൊണ്ട് ഞാൻ ഒന്നിലും ലജ്ജിക്കുന്നില്ല. പ്രിയ സഹോദരങ്ങളെ, ഇങ്ങനെ ഒരു ഉറപ്പുള്ളവർക്ക് ഒരു കാലഘട്ടത്തിലും ലജ്ജിക്കേണ്ടി വരികയില്ല. അതുകൊണ്ടാണ് ദാവീദ് ഫിലിസ്ത്യ ശക്തിയുടെ മുമ്പിൽ നിന്ന് പ്രാണരക്ഷാർത്ഥം ഓടിപ്പോകുമ്പോൾ താൻ ചമച്ച സങ്കീർത്തനമാണ് 34 പറയുന്നു, കർത്താവെ അങ്ങയിലേക്ക് നോക്കിയവരുടെ മുഖം ലജ്ജിച്ചു പോയില്ല, അവരുടെ മുഖം പ്രകാശപൂരിതമായി തീർന്നു, അവങ്കലേക്ക് നോക്കിയവർ. ഇന്ന് പകൽ നമുക്ക് ധൈര്യത്തോടെ നോക്കാൻ കഴിവുള്ള, പ്രതീക്ഷയോടെ നോക്കാൻ കഴിവുള്ള, പ്രത്യാശയോടെ നോക്കാൻ കഴിവുള്ള ഉന്നതനായ ദൈവത്തിൻ്റെ സാന്നിധ്യവും സമീപ്യവും തൻ്റെ ജനം വ്യക്തമായിട്ട് ഒന്ന് തിരിച്ചറിയാൻ തയ്യാറാകുമെങ്കിൽ ഏത് കാലഘട്ടത്തിലും ഇറങ്ങി വന്ന് വീര്യം പ്രവർത്തിക്കുന്ന ദൈവം, കുരിൽ വരുമ്പോൾ എൻ്റെ ദൈവം മാറിപ്പോകത്തില്ല കേട്ടോ, അവിടെയും ഇറങ്ങി വരും. അതുകൊണ്ടാണ് ദാവീദ് പറയുന്നത്, ആ ഇടയൻ്റെ പ്രത്യേകത എടുത്തു പറഞ്ഞിട്ട് ദാവീദ് പറയുകയാണ്, കുരിൽ താഴ്വരയിലും ഞാൻ ഭയപ്പെടാത്തതിൻ്റെ കാരണം കർത്താവേ അങ്ങ് എൻ്റെ കൂടെയുണ്ട്. പ്രൈസ് ദ ലോർഡ്. ഇന്ന് പകലും ധൈര്യത്തോടെ നമുക്ക് പറയാൻ കഴിയണം, അവിടുന്ന് എൻ്റെ കൂടെയുണ്ട്, അതുകൊണ്ട് ഞാൻ ഭയപ്പെടുകയില്ല, ഞാൻ ലജ്ജിക്കുകയില്ല, എൻ്റെ തല കുനിക്കപ്പെടുകയില്ല, ഞാൻ പിന്നോട്ട് പോകത്തില്ല, മുൻപോട്ട് തന്നെയെന്ന് ധൈര്യത്തോടെ വിളിച്ചവൻ മുൻപോട്ട് പോകാനാണ് നമ്മളെല്ലാ കാലത്തും ആഗ്രഹിക്കുന്നത്. ഹല്ലേലൂയ. നാം പലപ്പോഴും പരാജയപ്പെടുമെന്ന് ചിന്തിച്ച് വേദനിച്ചും സംശയിച്ചും ഇരിക്കുമ്പോൾ ദൈവത്തിൻ്റെ വചനം നമ്മളെപ്പോഴും എല്ലാ ദിവസവും നമുക്ക് ആവർത്തിച്ചുരുടാനുള്ളൊരു വാക്യമാണ്, ഭയപ്പെടണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. പുറമിച്ചു നോക്കണ്ട, ഞാൻ നിൻ്റെ ദൈവമാകുന്നു, എൻ്റെ നീതിയുള്ള വലം കൈ കൊണ്ട് ഞാൻ നിന്നെ താങ്ങും, ഞാൻ നിന്നെ സഹായിക്കാമെന്ന് പറയുന്ന ആ ശബ്ദം ഇന്ന് പകലിലും ഒന്ന് തിരിച്ചറിയാൻ ദൈവം ഇടയാക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ പകൽ ദൈവത്തിൻ്റെ ആത്മാവിന് നമ്മളോട് പറയാനുള്ള ശക്തമായ വാക്യം 7-ാം അധ്യായം അപ്പോസ്തല പ്രവൃത്തി 7-ന്റെ 9 വാക്യം, ഗോത്രപിതാക്കന്മാർ യോസഫിനോട് അസൂയപ്പെട്ട് അവനെ മിസ്രയീമിലേക്ക് വിറ്റുകളഞ്ഞു. ഗോത്രപിതാക്കന്മാർ അല്ലെങ്കിൽ യോസഫിൻ്റെ സഹോദരന്മാർ
അവനെ വിറ്റുകളഞ്ഞു. കാരണം അസൂയ ഉള്ളത് കൊണ്ട്. ഇവൻ്റെ സ്വപ്നം എന്താകും എന്ന് കാണണം. യോസഫ് കണ്ട ദർശനം ശ്രേഷ്ഠമായിരുന്നു. അത് താൻ വിവരിച്ചപ്പോൾ അകത്ത് നിന്ന് തന്നെ ശോധന തുടങ്ങി, അകത്ത് നിന്ന് തന്നെ ഫൈറ്റിംഗ് തുടങ്ങി, അകത്ത് നിന്ന് തന്നെ ഒറ്റപ്പെടുത്താൻ തുടങ്ങി, ഇല്ലാതാക്കാൻ തുടങ്ങി. അങ്ങനെയെങ്കിൽ ഇന്ന് പകലും പരിശുദ്ധാത്മശക്തിയോടെ എനിക്ക് വിളിച്ചു പറയാനുള്ളത്, കളയുന്ന അനുഭവത്തിൻ്റെ പിന്നിൽ നിങ്ങൾ ഭയപ്പെടേണ്ട. അതിൻ്റെ പിന്നിലും ദൈവത്തിൻ്റെ ഒരു പർപ്പസ് ഉണ്ട്. കാരണം യോസഫേ, നീ കണ്ട സ്വപ്നം പ്രാവർത്തികമാകാൻ, നീ കണ്ട സ്വപ്നത്തിലേക്ക് നയിക്കപ്പെടാൻ ഇപ്പുറത്ത് ചില ശോധനകളിലൂടെ എനിക്ക് നിന്നെ നടത്തേണ്ടതുണ്ട്. അത് സഹോദരന്മാർ അങ്ങനെ വിറ്റുകളഞ്ഞെങ്കിലും ഇപ്പുറത്ത് തിരുവെഴുത്ത് പറയുന്നു, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിപ്പിക്കണം. നിങ്ങൾ നോക്കൂ, സ്വന്തം സഹോദരങ്ങൾ വിറ്റുകളഞ്ഞപ്പോൾ മാനസികമായി ഉണ്ടാകുന്ന ആ സംഘർഷം, ആ വേദന നിങ്ങളൊന്ന് സങ്കല്പിച്ച് നോക്കിക്കേ. പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ വീട്ടിൽ നമ്മുടെ സഹോദരങ്ങളോ മാതാപിതാക്കളോ അതുപോലെ നമ്മളെ സ്നേഹിക്കുന്ന വ്യക്തിത്വങ്ങളോ നമ്മളെ വിറ്റുകളഞ്ഞാൽ, ഇല്ലാതാക്കാൻ ശ്രമിച്ചാൽ, അതിൻ്റെ പിന്നിൽ നമ്മൾ അനുഭവിക്കുന്ന മാനസിക സംഘർഷങ്ങൾ ആർക്കും വിവരിക്കാൻ പറ്റില്ല. പക്ഷേ ഇതിൻ്റെ പിന്നിലും ഒരു നന്മയുണ്ട്. കാരണം അവർ വിറ്റുകളഞ്ഞത് നിൻ്റെ സ്വപ്നം യാഥാർത്ഥ്യമാകാൻ കഴിയാതെ വണ്ണം അതിനെ തടയാൻ വേണ്ടിയാണ്. പക്ഷേ നീ മിസ്രൈമിൽ വന്നെങ്കിലേ, നീ ഫറവോൻ്റെ കൊട്ടാരത്തിൽ വന്നെങ്കിലേ, നീ അതിനു മുമ്പ് ആ കാരാഗൃഹത്തിൽ പോയെങ്കിലേ യോസഫേ നിന്റെ സ്വപ്നം എനിക്ക് സഫലീകരിക്കാൻ കഴിയുകയുള്ളൂ കേട്ടോ. യോസഫിന് സ്വാഭാവികമായി ചിന്തിക്കാൻ സാധ്യതയുണ്ടെങ്കിലും യോസഫിനോട് ദൈവം സംസാരിച്ചിട്ടുണ്ട്. കാരണം യോസഫെ, നീ പതറരുത്, നീ സംശയിക്കരുത്, നീ തളർന്നു പോകരുത്. നിന്നെ വിളിച്ചവൻ ഞാനാണ്, നിന്നെ തിരഞ്ഞെടുത്തവൻ ഞാനാണ്, നിന്നെ ദർശനം കാണിച്ചത് ഞാനാ. ദർശനം കാണിച്ചത് ദൈവമാണെങ്കിൽ അത് പൂർത്തീകരിപ്പാനും അത് ഹല്ലേലൂയ പ്രവൃത്തി പദത്തിലെത്തിക്കാനും ദൈവത്തിന് കഴിയും. ദർശനമുള്ളവനെതിരെ ഫൈറ്റിംഗ് ഉണ്ട്. ദർശനമുള്ളവൻ്റെ ദർശനത്തെ നടപ്പിലാക്കാതിരിക്കാൻ എല്ലാവരും കൂടെ ഒരുമിച്ച് യോജിക്കും. അതങ്ങനെ അവരെല്ലാം കൂടെ ഒരുമിച്ച് വരും. പക്ഷേ ദൈവം നിൻ്റെ കൂടെയുണ്ട്. അതാ നമ്മുടെ വാക്യം, അടുത്ത വാക്യം, എന്നാൽ ദൈവം അവനോട് കൂടെയിരുന്നു. പ്രൈസ് ദ ലോർഡ്. ഇതിൻ്റെ നടുവിലും സ്വർഗത്തിൽ നിന്ന് നിന്നെ കാണിച്ച വെളിപ്പാടുകളുണ്ടല്ലോ, അത് പൂർത്തീകരണത്തിലെത്തിക്കാൻ ദൈവം നിൻ്റെ കൂടെ ഇറങ്ങി വരും. പൊത്തിഫറിൻ്റെ വീട്ടിലും കാരാഗ്രഹത്തിലും ഇറങ്ങി വന്ന് നിന്നെ എത്തിക്കേണ്ട കൊട്ടാരത്തിലെത്തിച്ച് നിൻ്റെ മുമ്പിൽ രാജ്യങ്ങളെ മുട്ടുകുത്തിക്കത്തക്ക രീതിയിൽ അതേ നിന്നെ കാണിക്കത്തില്ലെന്ന് പറഞ്ഞ സഹോദരന്മാരെയും നിൻ്റെ മുമ്പിൽ കൊണ്ടുവന്ന് നിൻ്റെ അനുഗ്രഹം കാണത്തക്ക രീതിയിൽ, നിന്നെ ദൈവം ഉയർത്തിയത് കാണിക്കത്തക്ക രീതിയിൽ നീ പറയുന്ന വാക്കുകളുടെ ഹല്ലേലൂയ, നീ പറയുന്ന ശബ്ദങ്ങളുടെ ഗാംഭീര്യം അവർക്കൂടെ വെളിവാകത്തക്ക രീതിയിൽ രാജ്യങ്ങളിൽ യോസഫെ നിന്നെ എനിക്കൊരടയാളമാക്കണം. അതാണ് ഇതിൻ്റെ പിന്നിലെല്ലാം സംഭവിച്ചതെന്ന് ദൈവാത്മാവിൽ വിളിച്ചു. കണ്ടോ, എന്നാൽ വിറ്റുകളഞ്ഞു, എന്നാൽ ദൈവം മാറിയെന്നല്ല, ദർശനം കാണിച്ച ദൈവം മറന്നെന്നല്ല. പ്രിയരെ, വിറ്റുകളയുമ്പോഴും ഒറ്റപ്പെടുത്തുമ്പോഴും മാറ്റി നിർത്തുമ്പോഴും തള്ളിക്കളയുമ്പോഴും ദൈവം അവനോട് കൂടെയിരുന്നു. സകല സങ്കടങ്ങളിൽ നിന്നും അവനെ വിടുവിച്ചു. മിസ്രയീം രാജാവായ ഫറവോൻ്റെ മുൻപാകെ അവന് കൃപയും ജ്ഞാനവും കൊടുത്തു. കേട്ടോ, ഞാനതാ പറഞ്ഞ്, യോസഫിന് സങ്കടം ഉണ്ടായി കാണും, സ്വാഭാവികമാണ്. പക്ഷേ തൻ്റെ കാരണം ഇപ്പം അപ്പനില്ല, അമ്മയില്ല,
കൂടെ നിൽക്കുമെന്ന് പറഞ്ഞ സഹോദരന്മാരുമില്ല. സങ്കടപ്പെടാതിരിക്കാൻ കഴിയുമോ? പക്ഷേ യോസഫിൻ്റെ സകല സങ്കടങ്ങളിൽ നിന്നും വേദനകളിൽ നിന്നും ദൈവം അവനെ വിടുവിച്ച് മിസ്രയീം രാജാവായ ഫറവോൻ്റെ മുൻപാകെ അവന് കൃപ കൊടുത്തു, ജ്ഞാനം കൊടുത്തു, സർവ ഗൃഹത്തിനും അധിപതിയാക്കി വെച്ചു. മിസ്രയീം ദേശത്തിലും കനാനിലും എല്ലായിടവും ക്ഷാമവും മഹാകഷ്ടവും ഉണ്ടായപ്പോൾ വിറ്റുകളഞ്ഞ ഗോത്രപിതാക്കന്മാർ ആഹാരം കിട്ടാതെ യോസഫിൻ്റെ മുമ്പിൽ ക്യൂ നിൽക്കുകയാ. വിറ്റുകളഞ്ഞവർ നിൻ്റെ മുമ്പിൽ ക്യൂ നിൽക്കുന്ന, തള്ളിക്കളഞ്ഞവർ നിന്നെ അന്വേഷിച്ചു വരുന്ന തലത്തിലേക്ക് നിന്റെ നന്മ കാണത്തക്ക രീതിയിൽ ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടുമെന്ന് ഇന്ന് പകൽ വിശ്വസിക്കുന്നവർ ആത്മാവിൽ സ്തോത്രം ചെയ്യുക. ഗോത്രപിതാക്കന്മാർ വിറ്റുകളഞ്ഞു, എന്നാൽ യഹോവയായ ദൈവം യോസഫിനോട് കൂടെ ഉണ്ടായിരുന്നു. ഈ പകൽ ധൈര്യത്തോടെ ഈ വാക്കുകൾ ഏറ്റെടുക്കാമോ? ആര് വിറ്റുകളഞ്ഞാലും, ആരൊറ്റപ്പെടുത്തിയാലും, ആര് തള്ളിക്കളഞ്ഞാലും യഹോവയായ ഞാൻ മാറാത്തവൻ, ഞാൻ കൂടെ ഇരിക്കും, ഞാൻ ഇറങ്ങി വരും, ഞാൻ നിൻ്റെ ദർശനങ്ങളെ സഫലീകരിക്കുന്ന ദൈവമാ. നീ കണ്ട വെളിപ്പാടുകൾ നീ പ്രാർത്ഥിക്കാൻ ഇറങ്ങിയപ്പോൾ ദൈവം നിന്നോട് സംസാരിച്ചത് നിന്നെ കൊണ്ട് പൂർത്തീകരിപ്പിക്കത്തില്ലെന്ന് പറഞ്ഞ ഇപ്പുറത്ത് വെല്ലുവിളിക്കുമ്പോൾ ഞാൻ നിൻ്റെ കൂടെ ഇറങ്ങി വരും. ഒന്നുകൂടി പറഞ്ഞാൽ ഞാൻ നിനക്ക് മുമ്പായി പുറപ്പെടും. നിൻ്റെ മുമ്പിൽ വരുന്ന ദുർഘടങ്ങളെ നിരപ്പാക്കാൻ ഞാൻ തന്നെ ഇറങ്ങി വരും. എത്ര പേർക്ക് വിശ്വസിക്കാൻ കഴിയും? പിതാവേ, അങ്ങയുടെ വചനത്തിനായി സ്തോത്രം, അങ്ങയുടെ ആത്മാവിനായി സ്തോത്രം, അങ്ങയുടെ ശക്തിക്കായി സ്തോത്രം, അങ്ങയുടെ സാന്നിധ്യത്തിനായി സ്തോത്രം, അങ്ങയുടെ അത്ഭുതങ്ങൾക്കായി സ്തോത്രം, അങ്ങയുടെ വിടുതലുകൾക്കായി സ്തോത്രം, ദൈവപ്രവൃത്തിയുടെ ആഴങ്ങൾക്കായി സ്തോത്രം. ഇന്ന് പകലിൽ ഞങ്ങൾ നടത്തുന്ന വിധങ്ങൾ, കൊണ്ടുവന്ന വഴികൾ യേശുവിൻ്റെ നാമത്തിൽ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. ദൈവം ഞങ്ങളെ കാണിച്ച ദർശനങ്ങൾ, വെളിപ്പാടുകൾ, സ്വപ്നങ്ങൾ, പ്രവചന ദൂതുകൾ നിവർത്തീകരിക്കത്തില്ലെന്ന് വാദിക്കുമ്പോൾ ഈ പുറത്ത് ദൈവം ഞങ്ങളുടെ കൂടെ ഇറങ്ങി വന്ന് അതിനെ കർത്താവെ സഫലീകരിച്ചിരിക്കുക, വാഗ്ദത്തങ്ങളിലേക്ക് ഞങ്ങളെ കൊണ്ടുവന്നിരിക്കുക. സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ വിടുതൽ വ്യാപരിക്കട്ടെ, സൗഖ്യം വ്യാപരിക്കട്ടെ, ബലം വ്യാപരിക്കട്ടെ, ശരീരത്തിൻ്റെ എല്ലാ ഫങ്ഷനുകളും നോർമലാകാൻ പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് അങ്ങനെ ചെയ്തിരിക്കാൻ സ്തോത്രം. സകല മഹത്വം അങ്ങ് യേശുവിൻ നാമത്തന്നെ. ആമേൻ, ആമേൻ. പ്രിയരെ, നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കേണ്ടത് ദൈവം ചെയ്യിപ്പിക്കും. വിശ്വസിക്കുന്നവർ സ്തോത്രം ചെയ്യൂ. കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. ക്രിസ്തയേശുവിൽ നിങ്ങളുടെ സഹോദരൻ പസ്ബിജു മതി.